Hi friends, welcome to Galaxy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. നമുക്ക് എന്തായാലും ഇത് പരീക്ഷ നോക്കാം. എത്രത്തോളം വിജയിക്കും നമുക്കറിയില്ല, നോക്കാം എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ചെറിയ സപ്പോർട്ട് തരിക. അപ്പോൾ നോട്ട് സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ 2 കുപ്പിയാണ്. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി പോരാ, നല്ല ഗ്ലാസിൻ്റെ കുപ്പി തന്നെ നമുക്ക് വേണം. മാഗിൻ്റെ സോസിൻ്റെ 2 കുപ്പിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കല്ലാണ്. ഈ ഒരു ബോട്ടിലിനുള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു പീസ് കല്ലുകളാണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ചെറിയ പീസ് ഞാൻ ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ചുരുട്ടിയിട്ട് എടുക്കണം. അപ്പോൾ അലൂമിനിയം ഫോയിൽ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ അതിന് താഴോട്ടേക്ക് പോയിട്ട് സെറ്റിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലും കൂടി വെച്ച് ചുരുട്ടുന്നത്. അപ്പോൾ നമ്മൾ കല്ലെല്ലാം നമ്മൾ ചുരുട്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ഒരു റിയാക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്ലാസിൻ്റെ കുപ്പി തന്നെ വേണം എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിൽ ചുറ്റിയ കല്ലെല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഏകദേശം ഒരു കാഭാഗം വെള്ളം നമുക്ക് 2 കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബലൂൺ നമ്മൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ബലൂൺ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പൊന്തിയിട്ട് വരും. അപ്പോൾ അടിയിൽ നമുക്ക് കാണാൻ പറ്റും നല്ല റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പിയും നല്ല ചൂടാവുന്നുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാൻ പാടില്ല, നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലിന് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബലൂൺ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇനി നമ്മളെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണെന്നോ അല്ലെങ്കിൽ ഫെയിലിയർ ആണെന്നോ എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 2 ബലൂണ് നമ്മൾ പൂരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൂലെടുത്ത് നമുക്ക് കെട്ടിയിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഹൈഡ്രജൻ ബലൂണിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്തായാലും സക്സസ് ആയി. കാരണം ഇത് നമ്മൾ ഇവിടുന്ന സമയത്തിന് ആകാശത്തേക്ക് പൊന്തിയിട്ട് പോകുന്നുണ്ട്, താഴോട്ടേക്കൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ നമുക്കിത് ഏകദേശം എത്ര ഹൈറ്റ് വരെ പോകുന്നുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നല്ല കാറ്റും ഉണ്ട്, അതുകൊണ്ട് ഓരോ ഡയറക്ഷനിലേക്ക് പോവുക ചെയ്യുന്നത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര ഹൈറ്റ് വരെ പോകുന്നുള്ളത്. അപ്പോൾ ആ സൈഡ് നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമുക്ക് കാണാം നമ്മളെ ബലൂൺ എത്രയോ ദൂരം പോയിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് വലിച്ചിട്ട് എടുക്കുന്ന ഒരു ടാസ്ക് തന്നെ ആയിരിക്കും. കാരണം എവിടെയെങ്കിലും ഇപ്പോൾ കുടുങ്ങുമോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോൾ എന്തോ ഭയത്തിനൊന്നും കുടുങ്ങിയിട്ടൊന്നുമില്ല, നമ്മൾ കറക്റ്റ് നമ്മളെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹൈഡ്രജൻ ബലൂണിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് പർപ്പസ് മാത്രമാണ്. അപ്പോൾ അതങ്ങനെ മാത്രം കാണുക, കുട്ടികളൊന്നും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കാണിച്ചിരുന്ന ഓരോ എക്സ്പെരിമെൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻസിൽ രേഖപ്പെടുത്തുക.